ആൻ മേരി ബ്രിട്ടോ, ആലപ്പുഴ രൂപതയിൽ വാടക്കിലിടവകയിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി. സജീവതയുള്ള മനുഷ്യനാണ് ദൈവത്തിന്റെ മഹത്വം. ഇത് വിശുദ്ധ ഇരണേവൂസിന്റെ ക്രൈസ്തവ ധർമ്മസാക്ഷ്യത്തിന്റെ അന്തസത്ത വ്യക്തമാക്കുന്ന വാക്കുകൾ. സജീവമായ ജീവിതം സഹോദരന് നൽകുക എന്നതാണ് നമ്മുടെ പരമപ്രധാനമായ കർമ്മം. ബഹുമാന്യരായ വിധികർത്താക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഡിസംബർ 6 ലത്തീൻ കത്തോലിക്ക സമുദായ ദിനം. ഞാനും നിങ്ങളും രൂപപ്പെട്ട ജീവിക്കുന്ന സമുദായ ഗാത്രം, അതിന്റെ പ്രത്യേകതയിലും സ്വത്വബോധത്തിലും ആഴപ്പെടുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിനം. ഈ ദിനാചരണത്തോടനുബന്ധിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ ഫ്രത്തല്ലി തൂത്തി ഏവരും സോദരങ്ങൾ എന്ന ചാക്രിക ലേഖനത്തിന്റെ അടിസ്ഥാന ചിന്തയായ സഹോദരന്റെ കാവലാൾ എന്ന വിഷയമാണ്. കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ ഇത് ഏറെ പ്രസക്തമാണ്. ലോകക്രമത്തെയും സാമൂഹ്യ സാഹചര്യങ്ങളെയും മാറ്റിമറിച്ച, സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും അകറ്റി നിർത്തേണ്ട സാഹചര്യം സൃഷ്ടിച്ച കോവിഡ് പോലുള്ള മഹാമാരികൾ സാർവത്രിക സാഹോദര്യത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. സ്വന്തം സഹോദരനിൽ നിന്ന് പോലും മാറി നിന്ന് ജീവിക്കേണ്ട ഒരു സാമൂഹ്യ മനോഭാവം വരും നാളുകളിൽ നമ്മുടെ സഹോദര ബന്ധത്തെ മുറിച്ചു കളയാതിരിക്കാൻ ക്രിസ്തു ശിഷ്യരായ നമ്മുടെ ജീവിതക്രമം സഹോദരനിൽ ദൈവീക ചൈതന്യത്തെ കണ്ടെത്തുവാനും അത് നിലനിർത്തുവാനും ഉതകുന്ന തരത്തിലായിരിക്കണം. ആരാണ് സഹോദരൻ? വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വീക്ഷണത്തിൽ ഈ ഭൂമിയിലെ ദൈവികത കുടികൊള്ളുന്ന സകല സൃഷ്ടിജാലങ്ങളും, വിശിഷ്യ ഓരോ മനുഷ്യനും സഹോദരനാണ്. സൂര്യനെയും സമുദ്രത്തെയും കാറ്റിനെയും സഹോദരനെ പോലെ കണ്ടിരുന്ന ഈ വിശുദ്ധനാണ് സാഹോദര്യത്തിന്റെ മാതൃക നമുക്ക് പകർന്നു നൽകുന്നത്. ആരാണ് കാവലാൾ? ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും അപരന്റെ കാവൽക്കാരനാണ്. അമൂല്യമായവ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് കാവൽക്കാരൻ. എവിടെയൊക്കെയാണ് നാം കാവലിന്റെ മേഖലകൾ രൂപപ്പെടുത്തേണ്ടത്? നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആരാണ് നമ്മുടെ ശത്രു എന്ന ചോദ്യത്തിന് ദാരിദ്ര്യം എന്നു മറുപടി നൽകിയ സ്നേഹൽ താക്കർ യഥാർത്ഥ കാവൽക്കാരന്റെ മികച്ച ഉദാഹരണമാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ 21ാം നൂറ്റാണ്ടിൽ സാർവത്രിക സാഹോദര്യത്തിന് തടസ്സമായി ഒട്ടനവധി ആധുനിക പ്രവണതകൾ രൂപപ്പെടുന്നു. ദാരിദ്ര്യം, നിരക്ഷരത, അടിമത്തങ്ങൾ, ഭൗതികാസക്തി, ഭിന്നതയും ഭയവും, പങ്കുവെക്കലിന്റെ ദിശയിലല്ലാതെയുള്ള ആഗോളവൽക്കരണവും പുരോഗതിയും, പകർച്ചവ്യാധികളും മറ്റ് വിപത്തുകളും, ലജ്ജയില്ലാത്ത ആക്രമണം തുടങ്ങിയവയാണ് ഇവയിൽ പെടുന്നത്. കോവിഡ് മൂലം 2030-നകം ദരിദ്രരുടെ എണ്ണം 100 കോടിയാകുമെന്നും കുട്ടികളുടേത് 100-ൽ 1 എന്ന ദിശയിലാകുമെന്നും ഐക്യരാഷ്ട്ര സംഘടനയുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മേൽ സൂചിപ്പിച്ച വിപത്തുകളെ ഇല്ലായ്മ ചെയ്യുന്ന ദൗത്യം സഭയും സമുദായവും വ്യക്തിപരമായി നമ്മളും ഏറ്റെടുക്കണം. മനുഷ്യമഹത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാകണം. മാറിയ കാലഘട്ടത്തിൽ ഭൗതിക താല്പര്യങ്ങളായ ആഡംബരവും ആർഭാടവും മത്സര മനോഭാവവും വ്യക്തിഹത്യാ പ്രവണതയും കുപ്രചരണങ്ങളും ഒഴിവാക്കുവാനും ജീവന്റെ സംസ്കാരത്തിനുടമകളായി മനുഷ്യനെ രൂപപ്പെടുത്തുവാനുമുള്ള വലിയ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം. എല്ലാത്തരം ദാരിദ്ര്യത്തിൽ നിന്നും കരുതൽ നൽകുക എന്നതായിരിക്കണം ദൈവമക്കളായ ക്രൈസ്തവരായ നാം ഓരോരുത്തരുടെയും കാവൽ ദൗത്യം. ഈ ദൗത്യ നിർവഹണം പൂർത്തിയാകുന്നത് അപരനെ പൊതുമിത്രമായി കണ്ട് നമുക്കുള്ളതെന്തും പങ്കുവയ്ക്കുമ്പോഴാണ്. സാഹോദര്യം ദൃഢകരമായിരുന്ന ആദിമ ക്രൈസ്തവ ജീവിത ശൈലിയിലേക്ക് സഭാമക്കളെ നാം വളർത്തിയെടുക്കണം. അതിലൂടെ നാം ഓരോരുത്തരും സഹോദരന്റെ കാവലാളായി മാറും. അതിനായി നമുക്ക് പരിശ്രമിക്കാം, ജീവിക്കാം. നന്ദി, നമസ്കാരം.